സുജാതൻ നിത്യചൈതന്യയതിയുടെ ചരമത്തിൻ്റെ 25ാം വാർഷികമാണ്. അദ്ദേഹം രമണ മഹർഷിയുടെ ശിഷ്യനായിരുന്നു. അത് കഴിഞ്ഞാണ് നടരാജഗുരുവിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത്. രമണ മഹർഷിയായിട്ട് ശ്രീനാരായണ ഗുരുവിനും ബന്ധമുണ്ട്. കാരണം ആ ആശ്രമത്തിൽ പോയിട്ടാണ്, ഞാനിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് തിരുവണ്ണാമലയിലെ രമണാശ്രമം. ആകെ 2 ആശ്രമങ്ങളിലേ പോകാറുള്ളൂ, ഒന്നവിടെയും മറ്റേ ആനന്ദാശ്രമത്തിലും കാഞ്ഞങ്ങാട്. അപ്പോൾ ഈ രമണാശ്രമത്തിൽ നാരായണ ഗുരു പോയിട്ടാണ് ഗുരുവിനെ രമണ മഹർഷിയെ കണ്ട ശേഷമാണ് നിർവാണാഷ്ടകം നിർവൃതി പഞ്ചകം നിർവൃതി പഞ്ചകം എഴുതുന്നത്. അവിടുത്തെ ഒരു മാവിൻ്റെ ചുവട്ടിൽ വെച്ച് അതിടയ്ക്കിടയ്ക്ക് നോക്കാറുമുണ്ട്, പല കാരണങ്ങളും കൊണ്ടും. അപ്പോൾ അവിടെ തന്നെയാണ് പിന്നീട് ഈ ശിഷ്യനാകാനും ഒക്കെ യതിക്ക് സാധിച്ചത്. യതി പിന്നെ MA ഫിലോസഫി ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തത്വചിന്ത നന്നായിട്ട് വഴങ്ങുകയും ചെയ്യും. പക്ഷേ ഭാരതീയ തത്വചിന്തയെ അദ്ദേഹം പാശ്ചാത്യ തത്വചിന്തയായിട്ട് സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. എങ്ങനെയാണ് സുജാതൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കാണുന്നത് കേരളീയ സമൂഹത്തിന്? യതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം സഞ്ചരിക്കുന്ന സർവകലാശാലയായിരുന്നു യതി എന്നാണ്. അതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട്, അതിനകത്ത് അതിശയോക്തി ഇല്ല. അദ്ദേഹം അനേകം വിഷയങ്ങളിൽ നിപുണനായിരുന്നു. രാമചന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം തത്വചിന്തയായിരുന്നു. അദ്ദേഹം ഫിലോസഫി അധ്യാപകനുമായിരുന്നു. കൊല്ലം ശ്രീനാരായണ കോളേജിൽ അദ്ദേഹം പഠിക്കുകയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യതി പക്ഷേ ജീവിതത്തിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ അദ്ദേഹം അധ്യാപക ജോലി ഉപേക്ഷിച്ച് ആത്മീയ വഴിയിലേക്ക് പോയി. അതിനു മുമ്പ് അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിലെത്തിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ വെച്ച് പ്രാർത്ഥനാ വേളയിൽ ഗാന്ധിജി സബർമതിയിലെല്ലാ ദിവസവും അവിടെ ഉള്ളപ്പോൾ ഈ ഗീത പാരായണം നടത്തും. ഗീതാ ശ്ലോകങ്ങൾ ഉരുവിടും. അത് ഗീത ഗാന്ധിജിയുടെ നാവിലൂടെ കേട്ടാണ് യതിക്ക് ഗീതാ സ്വാധ്യായം എഴുതാൻ, ഭഗവത്ഗീത സ്വാധ്യായം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഗാന്ധിജിയിലെ സ്വാധീനം. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് പിന്നീട് നടരാജഗുരുവിൻ്റെ അടുത്ത് വന്ന് കൂടുന്നതും. നടരാജഗുരുവിലൂടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളുടെ ആന്തരിക സൗന്ദര്യം പുള്ളി ഒരു ട്യൂഷൻ പോലെ ഇരുന്ന് മനസ്സിലാക്കുകയായിരുന്നു. അത് ശരി. അദ്ദേഹത്തിന് അത് നടരാജഗുരുവിൻ്റെ ശിഷ്യത ഒരു വഴിത്തിരിവായി തീർന്നു. അത് ഗുരുവിൻ്റെ കൃതികളെല്ലാം അദ്ദേഹം ഇഴപിരിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മീയ അന്വേഷണത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതായിട്ട് അനുഭവപ്പെട്ടത്. അപ്പോൾ പാശ്ചാത്യ ചിന്തയും അദ്ദേഹം ഫിലോസഫി പഠിച്ചിട്ടുള്ളത് കൊണ്ട് പാശ്ചാത്യ തത്വചിന്തയും ഇതുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുവാനുള്ള ഒരു വാസന അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയും കുറച്ച് അത് നടരാജഗുരുവും നടരാജഗുരു പിന്നീട് പുള്ളി ചെയ്തത് ഗുരുവിൻ്റെ ആർഷ സംസ്കൃതിയും ഋഷിത്വവും നടരാജഗുരുവിൻ്റെ ശാസ്ത്രബോധവും ഈ യതിക്ക് നൈസർഗികമായുള്ള കാവ്യബോധവും. നടരാജഗുരു സുവോളജി അധ്യാപകനായിരുന്നു ചെന്നൈയിൽ. അതെ, യതിയാണെങ്കിൽ കവിയാണ്. അതെ. അപ്പോൾ ഒരു കവിയുടെ ലാംഗ്വേജ് ആണല്ലോ പുള്ളിയുടെ. ഗദ്യത്തിനും പുള്ളി കവിത എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ മൂന്നും കൂടെ സമരസപ്പെടുത്തിയാണ് പുള്ളിയുടെ സാഹിത്യരചനകളുടെയും തത്വചിന്താ രചനകളുടെയും ആത്മീയ രചനകളുടെയും ഒക്കെ അടിത്തറ നിർമ്മിച്ചിട്ടുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും സ്റ്റോൺ ഗോഡ് ആൻഡ് സ്റ്റോൺ ടെമ്പിൾ എന്ന ഒരു ചെറിയ പുസ്തകം ആണ് യതിയുടേതായി ഞാൻ ആദ്യം കയ്യിൽ എടുക്കുന്നത്. അത് വളരെ 72-73 കാലത്താണ്.
കല്ല് ദൈവങ്ങളും കല്ലമ്പലങ്ങളും എന്ന പുസ്തകം. ഞാനത് അതിൻ്റെ ഹെഡിങ്ങാണ് എന്നെ ആകർഷിച്ചത്. അത് ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഒറ്റയിരുപ്പിന് വായിച്ചു. അപ്പോൾ അത് പുള്ളിയുടെ ആദ്യകാല രചനകളിലൊന്നാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയപ്പോഴാണ് ഇദ്ദേഹം വളരെ വ്യത്യസ്തനാണ്, ഇദ്ദേഹത്തെ ഒന്ന് പിന്തുടരുന്നത് നല്ലതായിരിക്കും എന്നൊക്കെയുള്ള ഒരു ബോധം മനസ്സിലായി. ഏകദേശം ആ കാലത്ത് തന്നെ ശ്രീനാരായണ കോളേജിലെ ഹിന്ദി പ്രൊഫസർ NI നാരായണൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം പുള്ളി അവിടെ 3 ദിവസം നീണ്ട ഒരു പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തു. അപ്പോൾ അന്ന് ഒരു സയൻസ് വിദ്യാർത്ഥിയായിരുന്നു എനിക്ക്. ഇദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അന്നാണ് ഒരു സ്റ്റേജിൽ നിന്ന് അദ്ദേഹം സ്റ്റേജിലിരുന്ന് സംസാരിക്കുന്നത്. വിദ്യാർത്ഥികളെന്ന നിലയിൽ ഞങ്ങളൊക്കെ അതിൻ്റെ മുന്നിലിരുന്ന് കേൾക്കുന്നതും. അന്നാണ് ഞാൻ ഈ യതിയെ ആദ്യം കാണുന്നതൊക്കെ. അപ്പോൾ അതൊരു നല്ല സ്വാധീനം പോലെ പിൽക്കാലത്ത് യതിയെ ക്വാണ്ടം ഫിസിക്സ് അദ്ദേഹം ഭാരതീയ തത്വചിന്തയായിട്ട് കണക്ട് ചെയ്യും. ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വചിന്തയും അദ്ദേഹത്തിൻ്റെ ഈ ഗുരുവിൽ നിന്ന്, ഈ യതിയിൽ നിന്നാണ് ഞാൻ ആദ്യം ആത്മോപദേശ ശതകത്തെ 100 അഡ്വൈസസ് അബൌട്ട് ദ സെൽഫ് ഇൻസ്ട്രക്ഷൻ എന്ന അദ്ദേഹം ആദ്യം ഇംഗ്ലീഷിലാണ് അത് പറഞ്ഞത്. എന്നിട്ട് പിന്നീടാണ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡൊക്കെ വരുന്നത്. അപ്പോൾ മാർക്കേസിൻ്റെ പുസ്തകമൊക്കെ വരുന്നത് 80കളിലാണ്. അപ്പോൾ ഇത് 70കളുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ ശ്രീനാരായണ ഗുരു മനുഷ്യനെ സ്വയം ശിക്ഷണത്തിൻ്റെ 100 ഉപദേശം നടത്തിയ ആളാണ്. എന്നിട്ട് പുള്ളി അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്തിടുന്ന അപചയകർമ്മം അവനു വേണ്ടി മാത്രം. ഈ സ്വാർത്ഥത ഉള്ളവൻ കൃപണനാണ്, അവന് വേണ്ടി മാത്രം ചെയ്യുന്നവനാണ്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥം അന്ന് ഗുരു പറഞ്ഞു വന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ആദ്യമായി നിർവഹിച്ചിട്ടുള്ളത് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നതിൽ നിന്നാണ് പൊളിറ്റിക്സ്. അതാണ് ശരിയാ പൊളിറ്റിക്സ്. അത് തേന തെക്തേന ഭുഞ്ചിത എന്നുള്ള ഈശാവാസ്യ ഉപനിഷത്തിലെ അത് തന്നെ മന്ത്രവുമാണത്. അപ്പോൾ പുള്ളി ഈ ഇങ്ങനെയൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടപ്പോൾ നമുക്ക് ശ്രീനാരായണ സാഹിത്യത്തിലേക്കും കൂടി വഴി തുറക്കുകയായിരുന്നു. അപ്പോൾ സയൻസും ഈ ആധ്യാത്മിക ചിന്തയും കൂടി കലർത്തിക്കൊണ്ടുള്ള, സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വഴി തുറന്നു കിട്ടാൻ ആ 3 പ്രഭാഷണം നമുക്ക് ക്ലാസ്സിലൊക്കെ 10 വർഷം ഇരുന്നാലും കിട്ടാത്ത ഒരറിവായിരുന്നു അത്. അതിങ്ങനെ തുറന്നു കിട്ടി. അന്നാണ് യതി ഇവിടെ ഈ കോളേജിൽ പണ്ട് പഠിപ്പിച്ചിരുന്ന ഒരാളാണെന്നും അദ്ദേഹത്തിൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണെന്നും ഒക്കെ സഹപാഠികളിൽ നിന്ന് പലരും ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ആണ് അറിയുന്നത്. പിന്നെ ബൃഹദാരണ്യോപനിഷത്ത് പുള്ളി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൈക്കോളജി ഓഫ് ദർശനമാല പുള്ളി അത് എഴുതിയ ഒരു പ്രധാനപ്പെട്ട കൃതി ആണല്ലോ. പിന്നെ നൈദർ ദിസ് നോർ ദാറ്റ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാനിടയായി. നമ്മളിതൊക്കെ വായിക്കുമ്പോഴും ഇതിൻ്റെ ഫുൾ മീനിങ് വരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് പത്രപ്രവർത്തനത്തിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇദ്ദേഹമായിട്ട് എനിക്ക് അടുക്കാനൊരു ഭയമൊക്കെ തോന്നിയിരുന്നു. എങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ച് പല സന്ദർഭത്തിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനും എനിക്കൊരു പ്രഭാഷണം അടുത്തിരുന്ന് കോട്ടയത്ത് മനോരമയുടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം വന്ന് ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ഈ മരണമെന്ന വാതിലിനപ്പുറം എന്നൊരു കൃതി പുള്ളിയുടെ മരണാനന്തരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ലേഖനങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഒരു 101 പുസ്തകങ്ങളാണ് യതിയുടേതായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്, പ്രധാനപ്പെട്ടത്. അതിൽ ഈ പുള്ളിയുടെ യാത്രാവിവരണം അടക്കം ഉണ്ട്. പുള്ളിയുടെ യാത്രാവിവരണം വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഇദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ മനുഷ്യനെയും അവിടെ ഉള്ള പെരുമാറ്റവും അവരോടുള്ള ഇടപെടലും ആ വീട്ടുകാരുമായിട്ടുള്ള സൗഹൃദത്തിൽ വരുന്ന ഒരു രീതികളൊക്കെ കാണുമ്പോൾ നമ്മൾ വഴിവിട്ട് നടക്കുന്ന ഒരു സന്യാസിയാണ് ഇദ്ദേഹം. ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ഈ സംസാര ലോകത്തു നിന്നും ഇഹലോകങ്ങളിലെ ഭൗതിക കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന
ഒരു ഉന്നതനായ തേജസ്വിയായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചു വെച്ചിരുന്നത്. ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം അടുക്കളപ്പണി ചെയ്യും, വീട് തറയൊക്കെ തുടയ്ക്കും, എല്ലാ ഗൃഹസ്ഥന്മാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് പുള്ളിയുടെ എഴുത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടിയത്. പുള്ളി ഈ വെസ്റ്റേണിസവും പിന്നെ ഭൗതികവാദവും ഈസ്റ്റേൺ ആത്മീയവാദവും കൂടി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു പുതിയ പാതയുണ്ടാക്കാൻ, പുതിയൊരു സാമൂഹിക ചിന്ത ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തെ പറ്റി എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, പുള്ളി സോവിയറ്റ് യൂണിയനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പത്രലേഖകരോട് പറഞ്ഞു, ദൈവമേ എൻ്റെ രാജ്യവും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതെൻ്റെ മനസ്സിലിങ്ങനെ കടന്നു. ഞാൻ 1964 ഫേൺഹില്ലിൽ പോയി. എനിക്ക് ഇദ്ദേഹത്തോട് അങ്ങനെ ദൈവമേ എൻ്റെ രാജ്യവും സോവിയറ്റ് യൂണിയനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ 1994 പോയി. അപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയായി. അവിടുത്തെ രീതികളും അവിടുത്തെ പട്ടിണിയും അവിടുത്തെ വേശ്യാവൃത്തിയും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങ് പോയപ്പോൾ യഥാർത്ഥത്തിലുള്ള സോവിയറ്റ് യൂണിയനെ കണ്ടിരുന്നില്ലേ? അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ രാജ്യവും അതുപോലെ ആകണമെന്ന് പറയാൻ കാര്യം? പുള്ളി എന്നെ സൂക്ഷിച്ച് കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം, ഞാൻ കണ്ടത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു വശം മാത്രമായിരുന്നു, അങ്ങനെ അന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് പിന്നീട് വേറൊന്നും സത്യസന്ധതയുണ്ട് ഉണ്ട്. കാരണം നമ്മുടെ ചില കവികൾ, അജി ശങ്കരക്കുറുപ്പ്, വള്ളത്തോള്, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്ര എന്നൊക്കെ പറഞ്ഞൊക്കെ കവിമാരുണ്ട്. കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തൊരു ഭാഗ്യം. ലെനിൻ മഹാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റെഡ് ടെററിൻ്റെ ഒക്കെ ആളാണല്ലോ ലെനിൻ. അതെ അതെ, അത് KPG നമ്പൂതിരി എഴുതിയ കവിത ഇപ്പോഴും മറന്നിട്ടില്ല. അപ്പം യതി അങ്ങനെ അത് ഏറ്റുപറയുകയും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യതിയുടെ സംഭാവനകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യനിസവും പാശ്ചാത്യ ചിന്തയും തമ്മിൽ സമരസപ്പെടുത്തിക്കൊണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്നാണ് ഞാൻ ആദ്യം ഈ വാൻ ഗോഗിലേക്ക് പോകാനുള്ള ഒരു കാരണം. തിയോയ്ക്ക് അയച്ച കത്തുകൾ എന്നൊരു പുസ്തകമുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ ചെവി പറിച്ച് ഈ സംഭാവന ചെയ്തത് വാൻ ഗോഗ്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെ രചനകൾ വരുന്നുണ്ട്. സാധാരണ ആത്മീയതയിൽ മുഴുകിയവർ ചെയ്യാത്ത ഒരു കാര്യമാണ്. അത് സംഗീതവും ചിത്രകലയും ഒക്കെ അദ്ദേഹത്തിന് വഴങ്ങുമായിരുന്നു. അതിനെ പറ്റിയൊക്കെ ആഴത്തിൽ അദ്ദേഹം ആലോചിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സാഹിത്യം എഴുതിയിട്ടുണ്ട്, സാഹിത്യ വിമർശനം എഴുതിയിട്ടുണ്ട്. നളിനി എന്ന കാവ്യശില്പം എന്ന കൃതിക്ക് പിന്നെ കേരള സാഹിത്യ അക്കാദമി സാഹിത്യ വിമർശന വിഭാഗത്തിൽ സമ്മാനം കൊടുത്തു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ യതിചരിതം എന്ന് പറഞ്ഞ ആത്മകഥയിലെ ഒരു ഭാഗമാണ്. അദ്ദേഹം മാട്ടുങ്കയിലാണെന്ന് തോന്നുന്നു, സന്യാസിയൊന്നും ആയിട്ടില്ല. ഒരു ഹോട്ടലിൽ മുകളിലത്തെ നിലയിൽ താമസിക്കുന്നു, ഒരു മുറിയിൽ. അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് കിടക്കാനിരുന്നപ്പോൾ പുറത്ത് ഈ ജനാലയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നെ കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടുന്ന് മുകളിലേക്കേ ഉള്ളൂ മുഖവും. ഞാനൊരാളെ അയക്കാം എന്നാ രൂപം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. വണ്ടി റെഡിയാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവർ. എന്നിട്ട് നിത്യനിയതി പോകുന്നത് നിത്യാനന്ദയുടെ ആശ്രമത്തിലേക്കാണ്. കാഞ്ഞങ്ങാട് മറ്റേ വടകരയിൽ അനാഥ ബാലനായി കൃഷ്ണയ്യരുടെയോ മറ്റോ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ വളർന്ന് 10 വയസ്സിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കാഞ്ഞങ്ങാടൊക്കെ പോയി സന്യാസി ഒക്കെ ആയി. അത് കഴിഞ്ഞ് ഗണേഷ് പുരിയിൽ മഹാരാഷ്ട്രയിൽ സമാധിയായ വലിയ സിദ്ധനാണ് നിത്യാനന്ദ എന്ന് പറയുന്ന. ഈ നിത്യാനന്ദാശ്രമത്തിലും കാഞ്ഞങ്ങാട് ഞാൻ പോയിട്ടുണ്ട്. ഈ ആനന്ദാശ്രമം അല്ലാതെ നിത്യാനന്ദാശ്രമം ഉണ്ട്. അവിടെ ഒരു വലിയ ഉറവയും ഒക്കെ ഉണ്ട്.
എന്നിട്ട് ഈ നിത്യാനന്ദ ആശ്രമത്തിൽ പോയിട്ട് അധികമൊന്നും കമ്മ്യൂണിക്കേഷനൊന്നും നടക്കുന്നില്ല. അദ്ദേഹം ഒരു കയറ്റുകെട്ടിലിരിക്കുകയും അങ്ങനെ ഒരു മലയാളികളിൽ ഈ ശരിക്കും നമുക്ക് പറയാവുന്നൊരു വലിയ സിദ്ധന്മാരിലൊരാളാണ് ഈ നിത്യാനന്ദ. ചിതാകാശ ഗീത എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഒരു അസാമാന്യ പുസ്തകമാണ് അത്, അദ്വൈതം കാച്ചിക്കുറുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു രൂപത്തിനെ കണ്ടതും ഈ മുകളിലേക്ക് ജനാലയ്ക്ക് പുറത്ത് വായുവിൽ, അത് ഈ അവിശ്വസനീയമായ ഒരു അത് ഇതിനെപ്പറ്റി എനിക്ക് വേറൊരു അനക്ഡോട്ട് ഓർമ്മ വരുന്നുണ്ട്. ഇത് ആസ്ട്രേലിയയിൽ പോകുന്നു. അത് രണ്ടാമത്തെ ആസ്ട്രേലിയ സന്ദർശനമാണ്. മെൽബണിൽ ചെന്ന് ഇപ്പോൾ അതിഭയങ്കരം, പെർത്തിൽ നിന്ന് മെൽബണിലേക്ക് ആസ്ട്രേലിയക്ക് അകത്ത് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മെൽബണിൽ പെർത്തിൽ നിന്ന് കയറുമ്പോൾ നല്ല ഉഷ്ണമായിരുന്നു. മെൽബണിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ്, അപ്പോൾ കിടുങ്ങലാണ്. അപ്പോൾ ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് ഓവർകോട്ടൊന്നും എടുത്ത് ഇടാനും പറ്റിയില്ല. പുള്ളി ഇറങ്ങി വേഗം ടാക്സി സ്റ്റാൻഡിലേക്ക് ഓടുകയാണ്. ടാക്സി വരുന്നിടത്തേക്ക് ഓടിപ്പോകുന്നതിനിടയ്ക്ക് ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അപ്പോൾ പത്രപ്രവർത്തക അദ്ദേഹത്തോട് ആർ യു ഫ്രം ഇന്ത്യ? അപ്പോൾ ഇത് ഇങ്ങനെ തലയോട്ട്, ദെൻ യു ആർ സ്വാമി? ഐ ആം സ്വാമി നോബഡി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പുള്ളി അങ്ങനെ പോയി. പിന്നെ പത്രലേഖയ്ക്ക് സംസാരിക്കാനുള്ള ഇടം കിട്ടിയില്ല. പുള്ളി അവിടെ നിന്ന് വന്ന് കഴിഞ്ഞു. പിറ്റേന്ന് മെൽബൺ ടൈംസിൻ്റെ ഫ്രണ്ട് പേജിൽ സന്യാസി ഫ്രം ഇന്ത്യ, സ്വാമി നോബഡി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേര് സ്വാമി നോബഡി എന്ന് ധരിച്ചു. റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസർ ഈ സ്വാമി നോബഡി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യാഖ്യാനിക്കുക, അദ്വൈത വ്യാഖ്യാനം പറഞ്ഞു. അത് പുള്ളി ഇത് പിന്നെ ഗോഡ് ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകത്തിൽ, അത് ചോദ്യം ഉത്തരം പോലെയാണ് ആ പുസ്തകം. അപ്പോൾ അത് ഈ പ്ലേറ്റോയുടെയൊക്കെ സ്റ്റൈലിൽ, പ്ലേറ്റോയ്ക്ക് അരിസ്റ്റോട്ടിൽ ചോദിച്ചതാണെങ്കിൽ ഇത് പുള്ളി തന്നെ സ്വയം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം എഴുതുന്ന രീതിയിലാണ്. അതിൽ ഈ സംഭവം ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യതിചരിതം സാമാന്യം തുറന്നെഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഒരു സ്ത്രീ പ്രലോഭനത്തിൻ്റെ കഥയും അതിൻ്റെ അകത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതെ അതെ. നടരാജഗുരുവും അങ്ങനെ പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ചതാണ്. കാരണം നടരാജഗുരുവിൻ്റെ മറ്റേ ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ആബ്സല്യൂട്ടിസ്റ്റ്, ആത്മകഥയിലും ഇങ്ങനെ രമണ മഹർഷിയെ ചെന്ന് കാണുമ്പോൾ കാമുകി കൂടെ ഉണ്ടായിരുന്ന കാര്യം പറയുന്നുണ്ട് ഗുരു, നടരാജഗുരു. അതുപോലെ നിത്യചൈതന്യതിക്ക് ഒരുപാട് പ്രേമലേഖനങ്ങൾ കിട്ടുമായിരുന്നു. അതെ. അപ്പോൾ നിത്യചൈതന്യതിയുടെ പ്രേമലേഖനങ്ങളെല്ലാം കൂടെ സമാഹരിച്ച് കൊല്ലത്ത് ഒരു പ്രസാധകൻ പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞാനൊന്ന് വായിക്കണം. എന്നിട്ട് പിന്നെ അത് ഇംഗ്ലീഷിലാണ്, ഈ പുറത്തെയുള്ള ആരാധകരും അയച്ചതല്ലേ. അപ്പോൾ അത് ലവ് ലെറ്റേഴ്സ് റിട്ടേൺ ടു എ സന്യാസി എന്ന പേരിൽ പബ്ലിഷ് ചെയ്യാൻ. അപ്പോൾ ഇത് ഒരുങ്ങി അതിനുള്ള രീതികളൊക്കെ ഞാനതിൽ ചെറിയ എഡിറ്റിംഗ് ഒക്കെ നടത്തിയാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് ആ പ്രസാധകനുമായിട്ട് പിന്നെ അന്ന് ബി സന്ധ്യ കൊല്ലത്ത് എസ് പി ആയിരിക്കുമ്പോഴാണ് എസ് പിക്ക് എതിപ്പോൾ കേസ് കൊടുത്ത് അതിൻ്റെ പബ്ലിഷിംഗ് വിലക്കുകൾ. അപ്പം ഞാൻ അന്ന് ഈ പ്രസാധകനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരുപാട് പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പ്രേമലേഖനം അങ്ങോട്ട് അയച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വോളിയം ലവ് ലെറ്റേഴ്സ് റിട്ടേൺ ബൈ എ സന്യാസി എന്നും ആകാം. അപ്പോൾ അങ്ങനെയൊക്കെ അത് ആഹ്ലാദിച്ച് ഈ പ്രസാധകൻ ഒരു പുതിയ പ്രസാധകനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ പക്ഷേ കേസ് വന്നതുകൊണ്ട് പോലീസ് എന്ന് ഈ പ്രസാധകൻ്റെ ഓഫീസ് മുഴുവനും ലോക്ക് ചെയ്തോളാം. അങ്ങനെ അത് മുടങ്ങിപ്പോയി. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. യതിയുടെ 25ാം ഓർമ്മ ദിനത്തിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.